നമസ്കാരം. ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ച എപ്പിസോഡില്ലായിരുന്നു. ജ്യോതിഷം ശാസ്ത്രീയ പഠനം 2-3 എപ്പിസോഡുകളിലായി പ്രശ്നം എന്ന ജ്യോതിഷത്തിലെ ഒരു മഹത്തായ ശാസ്ത്രത്തിൻ്റെ ബാലപാഠങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജ്യോതിഷം ശാസ്ത്രീയ പഠനം എന്നാണ് ടാഗ് ഈ വീഡിയോക്ക് ഇട്ടിരിക്കുന്നതെങ്കിലും ഇന്ന് ഞാൻ ജ്യോതിഷം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് അടുത്ത ആഴ്ച മുതൽ തുടരാം. കാരണം ഈ വീഡിയോ പിടിക്കാൻ നിൽക്കുന്ന നിമിഷങ്ങളിൽ ജ്യോതിഷം പറയാൻ പറ്റുന്ന ഒരു മാനസിക അവസ്ഥയിലല്ല ഞാൻ നിൽക്കുക എന്നർത്ഥം. അതിനുമപ്പുറം വളരെ പ്രധാനപ്പെട്ട 1-2 സംഗതികൾ എനിക്ക് സൂചിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുക. ഈ ആഴ്ച നമുക്കെല്ലാം അറിയാമല്ലോ, ലോകത്തെയും ഇന്ത്യയെയും കേരളത്തിലെയും ഒക്കെ കണ്ണുനീരിലാഴ്ത്തിയ ചൂരൽമലയിലും ഉണ്ടക്കയിലും പശ്ചിമഘട്ട മലനിരകൾക്ക് താഴെ കിടക്കുന്ന എത്രയോ കുഞ്ഞുങ്ങളുടെ, എത്രയോ അമ്മമാരുടെ, യുവാക്കളുടെ ജീവനെടുത്ത 5-6 അംഗങ്ങളുള്ള മൊത്തം പേരും പോയവരുണ്ട്. ഒരാൾ മാത്രം അവശേഷിച്ചിട്ട് ബാക്കിയുള്ളവരെ ഈ മലവെള്ളം കൊണ്ടുപോയവരുണ്ട്. ഒരു ഭൂപ്രദേശം തന്നെ തുടച്ചു മാറ്റപ്പെട്ട ഒരവസ്ഥ. എനിക്ക് വയനാട്ടിലെ ഈ 2 പ്രദേശങ്ങളുമായി വൈകാരികമായ ബന്ധങ്ങളുണ്ട്. അവിടുത്തെ ഒട്ടനവധി ആൾക്കാരുമായിട്ട് ഞാൻ ഇടപഴകിയിട്ടുണ്ട്. കാരണം എൻ്റെ ഗൾഫിലുള്ള ഒരു സുഹൃത്ത്, ഒരു ബിസിനസ്സുകാരനാണ്, ദുബായിലെ ബിസിനസ്സുകാരൻ. അദ്ദേഹം കുടുംബമായി അവിടെ സെറ്റിലായിരിക്കുകയാണ്. വല്ലപ്പോഴും വർഷത്തിൽ 10-15 ദിവസം കേരളത്തിൽ സ്പെൻഡ് ചെയ്യാനായി അദ്ദേഹം വരുമ്പോൾ എന്നെ അറിയിക്കും, ഇത്രാം തീയതി വരുന്നുണ്ടെന്ന്. അവിടെ അദ്ദേഹം താമസിക്കുകയില്ല. അദ്ദേഹത്തിന് എന്നെപ്പോലെ തന്നെ വ്യത്യസ്തങ്ങളായ യാത്രകൾ ചെയ്യാനും ജീവിത രീതികളിലൂടെ കടന്നു പോകാനും അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ 1.5 വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം തന്നെ ഞങ്ങൾ അവസാനമായി പോയത് വയനാടാണ്. 10 ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ സ്പെൻഡ് ചെയ്തത് അവിടുത്തെ റിസോർട്ടുകളിലല്ല, അവിടുത്തെ സാധാരണക്കാരോടൊപ്പം അരുവികളിൽ കുളിച്ചും അവരോടൊപ്പം അവരുടെ പണികളിൽ പങ്കാളികളായും അവരുടെ കുടിലുകളിൽ കിടന്നുറങ്ങിയും 10 ദിവസം വളരെ രസകരമായി. അവിടെ പോകുമ്പോൾ നിരവധിയായ സമ്മാനങ്ങൾ അദ്ദേഹം കരുതി വെക്കും അവർക്ക് കൊടുക്കാൻ. അങ്ങനെ അവരുമായി നിരവധിയായ ആൾക്കാരുമായി ഞങ്ങൾ അടുപ്പം സ്വീകരിച്ചിട്ടുണ്ട്. എന്നത് മാത്രമല്ല, ഈ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, അതിനുശേഷമൊക്കെ ഞങ്ങൾ പോന്നു. എൻ്റെ ഫോൺ കോളിലേക്ക് വരുന്ന വിളികളിൽ ഒരു 5 വിളിയെങ്കിലും വയനാട് നിന്നു, അതായത് ഈ ചൂരൽമലയിലെയും ഈ മുണ്ടക്കൈ എന്ന പ്രദേശത്തിൻ്റെയും അവിടെ നിന്നാണ് 5ഓളം വിളികൾ എനിക്ക് കാലഘട്ടത്തിനിടയിലുണ്ടായി. ആ നമ്പർ തപ്പിയെടുക്കാൻ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അവസാനം വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ കണ്ടുപിടിച്ച് ഇന്നയാളായിരിക്കും എന്ന് പറഞ്ഞ് ആ നമ്പർ കണ്ടുപിടിച്ചു. 4 നമ്പറുകളിൽ നിരന്തരമായി വിളിച്ചിട്ടും ആ ഫോൺ പ്രവർത്തനരഹിതം എന്ന് റിപ്പോർട്ട് കിട്ടുന്നു. ഒരു ഫോൺ അടിക്കുന്ന ഫോൺ ഞാൻ 25 തവണ വിളിച്ചു, എടുക്കുന്നില്ല. 26ാമത്തെ തവണ വിളിച്ചപ്പോഴത്തേക്കും അതും പ്രതികരിക്കുന്നില്ല. എനിക്കാകെ അങ്കലാപ്പിലായി. ഒരു പ്രദേശം മുഴുക്കെയും തുടച്ചു മാറ്റപ്പെട്ടിടത്ത് അവരുണ്ടാകുന്നു. ഇന്ന് ഈ വീഡിയോ പിടിക്കുന്ന ഞായറാഴ്ച ദിവസം 4-ാം തീയതി രാവിലത്തെ മനോരമ പത്രം കണ്ട് ഉള്ളുലക്കുന്ന കാഴ്ച. നമുക്ക് വീഡിയോക്കോ മറ്റ് മാധ്യമങ്ങൾക്ക് തരാൻ കഴിയാത്തത് ഒറ്റ ഫോട്ടോയും അതിൻ്റെ അടിക്കുറിപ്പും കൊണ്ടൊക്കെ നമുക്ക് നമ്മളിലേക്ക് വിറങ്ങലിപ്പിക്കുന്ന ചിത്രങ്ങൾ തരാൻ ഫോട്ടോഗ്രാഫർമാർക്ക് കഴിയും. ഒരു കുടുംബത്തിൽ ഭാര്യയും മകളും മരുമകനും അവരുടെ കുട്ടിയുമടക്കം 4 പേർ മരിച്ചുപോയ അവശേഷിക്കുന്ന രാമനാഥൻ എന്ന കുടുംബാംഗം മാത്രം. 2 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ കിട്ടിയില്ല. മകളുടെ മൃതദേഹത്തിൽ നിന്ന് കൈയുടെ ഒരു പോർഷൻ മാത്രമാണ് കിട്ടിയത്, ബാക്കി ഭാഗം കിട്ടിയിട്ടില്ല. ഇത് മകളുടേതാണെന്ന് തിരിച്ചറിയുന്നത് മകളുടെ വിരലിൽ മുരുകൻ എന്ന പേരായ കല്യാണ മോതിരം കിടന്നു.
ആ ഒരു കൈത്തണ്ടയും എടുത്ത് ചിതയിലേക്ക് വച്ച് വിങ്ങിപ്പൊട്ടിക്കരയുന്ന രാമനാഥൻ എന്ന മനുഷ്യൻ. രാമനാഥനെ പോലെ എത്രയോ രാമനാഥന്മാർ, എത്രയോ ജീവനുകൾ അവശേഷിക്കപ്പെട്ടു. ശേഷിക്കുന്നവരിൽ എല്ലാം ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുണ്ട്, ബാക്കി ആരും അവശേഷിക്കാതെ ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ഒരു കണ്ണുനീരായി ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഈ ആഴ്ച ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം പ്രദാനം ചെയ്യേണ്ട അവസ്ഥ ഇതായിരുന്നു. കാരണം യൂട്യൂബിൽ നിന്ന് $100 കഴിഞ്ഞ് എനിക്ക് കാശ് കിട്ടിയ ആഴ്ചയായിരുന്നു. പക്ഷെ അത് സന്തോഷത്തോടെ ആഘോഷിച്ച് പറയാൻ പോലും എനിക്കാവുന്നില്ല. അത് ആ കാശെടുക്കാൻ ATM-ൽ പോകുന്ന ദൃശ്യങ്ങളും ആ കാശ് എങ്ങനെയാണ് ഞാൻ വിനിയോഗിക്കുക, അതെങ്ങനെയാണ് ചെലവഴിക്കുക എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങളുമായി എടുത്ത് എൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് യൂട്യൂബിൽ നിന്ന് എൻ്റെ അധ്വാനം കൊണ്ട് മാത്രമല്ല കാശ് കിട്ടുക. നിങ്ങൾ കാണുകയും എനിക്ക് നിരന്തരമായി ലൈക്ക് ചെയ്യുകയും ഇത് ചെയ്യുന്നവരും കമൻസ് ചെയ്യുന്നവരും ഉണ്ട്. അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം അപ്പോൾ ഞാൻ ഈ പൈസക്ക് നേരത്തെ എൻ്റെ മകൾ പറഞ്ഞിരുന്നു എനിക്ക് ആ കാശ് വേണം, ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് എനിക്ക് വേണം. നിനക്കെന്തിനാണ് കാശ്? അത് പഠിക്കാൻ മിടുക്കിയായ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവൾക്ക് ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടിലാണ്, ഫീസ് കൊടുക്കാൻ പോലും നിവർത്തിയില്ല, ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞു അത് നല്ല കാര്യമാണല്ലോ, കൊടുത്തേക്കാം, മുഴുവൻ കാശും കൊടുത്തേക്കാം. പക്ഷേ ഞാൻ അത് കാശ് കൊടുക്കുന്ന ദൃശ്യങ്ങൾ, ആ കുട്ടിക്ക് ഞാൻ കാശ് കൊടുക്കുന്ന ദൃശ്യങ്ങൾ ഒരു ചെറിയ രീതിയിലെടുത്ത് അത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറ്റില്ല എന്ന് മകൾ പറഞ്ഞു. കൂട്ടുകാരിയുടെ മുഖമൊന്നും യൂട്യൂബിൽ കാണിക്കാൻ പറ്റില്ല. അച്ഛൻ വലിയ മഹാനെന്ന് പറയാനും അല്ലെങ്കിൽ ഔദാര്യക്കാരൻ എന്ന് പറയാനും വേണ്ടി ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് അത് ശരിയാവില്ല. കൊടുക്കണമെങ്കിൽ കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കണ്ട, അത് പകർത്താൻ പറ്റില്ല. പക്ഷെ പല യൂട്യൂബേഴ്സും അവർക്ക് കിട്ടുന്ന കാശിൽ കുറച്ച് ഭാഗമെങ്കിലും അർഹതപ്പെട്ടവർക്ക് കൊടുത്ത് അത് ഷൂട്ട് ചെയ്ത് ഇടാറുണ്ട്. അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ആകാറുമുണ്ട്. അങ്ങനെ ചെയ്യുന്നത് തെറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, പക്ഷെ ഞാനിത് യൂട്യൂബിൽ പറഞ്ഞോളൂ. അപ്പോൾ ആ കാശുമായിട്ട് വന്നപ്പോഴത്തേക്കുമാണ് ഈ ദുരന്തം അറിയുക. അപ്പോൾ ഞാൻ മകളോട് പറഞ്ഞു, നമുക്ക് കാശ് കൂട്ടുകാരിക്ക് അല്പം കൊടുക്കുന്നത് ലേറ്റാക്കിയാലും കുഴപ്പമില്ല, ഇതിലേക്ക് അയക്കട്ടെ. നമ്മുടെ ഏജൻസികൾ പിരിവുകൾ നടത്തുന്നുണ്ട്. വയനാട് ദുരന്ത സമിതിക്ക് ഈ കാശ് കൈമാറട്ടെ എന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാരിക്കും കൊടുക്കണം, അവിടെയും കൈമാറണം, രണ്ടും ഒരുമിച്ച് നടക്കണം. അതിനെന്ത് വഴി? അതിന് യൂട്യൂബിൽ നിന്ന് കിട്ടിയ അത്രയും കാശ് അച്ഛൻ കയ്യിലെന്നിടണം, അത്ര. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും അതങ്ങനെ നടന്നു. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നത് നിങ്ങളുടെ പ്രതിഭകൾ കൊണ്ട് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ മറ്റുള്ളവർ കാണുന്നത് കൊണ്ടാണ് ഇത് കിട്ടുന്നത്. അത് സ്വയം സുഖലോലുപതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാതെ, സ്വന്തം ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് മാത്രം ഉപകരിക്കാതെ, എന്തെങ്കിലും ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക മനസ്സിന് ഒരു സുഖമുള്ള കാര്യമാണ്, വാങ്ങുക ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്നതുപോലെ കൊടുക്കുക നല്ല രസമുള്ള കാര്യമാണ്. ഈ ദുരന്ത ഭൂമിയിൽപ്പെട്ടവർക്ക് ഞാനിത് പറയാൻ കാര്യം, ഞാനും മഹത്വം പറയാനല്ല. എൻ്റെ കാശ് ഞാൻ കുറച്ചാണെങ്കിലും അത് വയനാട് ദുരന്ത സമിതിക്ക് കൊടുത്തത്. നിങ്ങളൊക്കെ ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് മനുഷ്യത്വം ഉണ്ടാകേണ്ടത്. നോക്കൂ, ആ ദുരന്ത ഭൂമിയിൽ നമ്മുടെ ഇന്ത്യൻ പട്ടാളവും ഈ ഫോറസ്റ്റ് സേനയുമൊക്കെ കാഴ്ചവെച്ച അവരുടെ അതിസാഹസികമായ പ്രവർത്തനങ്ങൾ, 40 മണിക്കൂറോളം ഊണും ഉറക്കവും നിദ്രയുമില്ലാതെ ഒരു പാലം പണിത് അവിടെ ഗതാഗത സംവിധാനം പുനഃസ്ഥാപിക്കാൻ അവർ കാണിച്ച ശാരീരികാധ്വാനം. ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, 3 ആദിവാസികളായ എല്ലും തോലും പിടിച്ച 3 പിള്ളേരെ ഒരു പട്ടാളത്തുകാരൻ ഒരു തുണി കൊണ്ട് കെട്ടിവച്ചിട്ട് അവരെ ആശ്ലേഷിച്ച് താങ്ങി പിടിച്ചുകൊണ്ട്
പ്രത്യക്ഷപ്പെടുത്തുന്ന ചിത്രം. നമ്മുടെ പട്ടാളക്കാരെ പറ്റി അഭിമാനം തോന്നുന്ന നിമിഷം. ഈ മുറിപ്പാട്, ഈ വയനാട് മുറിപ്പാട് എങ്ങനെയുണ്ടായി? ഇത് ആകസ്മികമായി സംഭവിച്ച പ്രകൃതി ദുരന്തമാണ്? അല്ല, ഇത് മനുഷ്യനിർമ്മിതമാണ്. ഒരിക്കൽ കൂടി ഞാനൊരു കാര്യം പറയട്ടെ, വളരെ വിനയത്തോടെ താഴ്മയോടെ. ഈ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും വയനാട്ടിലേക്ക് സഹായ ഹസ്തങ്ങൾ പ്രവഹിക്കുന്നു. അക്കൂട്ടത്തിൽ ഒരു തന്മാത്രയായിട്ടെങ്കിലും നിങ്ങളുടെ കരങ്ങളും ഉണ്ട് എന്നഭിമാനിക്കാൻ. വയനാടിന് വേണ്ടി നിങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണം മാറ്റിവെക്കുകയോ പുതുവസ്ത്രം വാങ്ങാൻ വച്ചിരിക്കുന്ന കാശ് അത് വാങ്ങണ്ട എന്ന് വെച്ചോ, നിങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ ഒരല്പം കുറച്ചുകൊണ്ട് ഉള്ളത് സംഭാവന ചെയ്യുക. നമുക്കത്രേ ആകും. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാരൻ ഭരിച്ചിരുന്നപ്പോഴേ അവരുടെ തലയ്ക്ക് വെളിവുള്ള ആ ബ്രിട്ടീഷുകാരൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ദുർബല മേഖലയാണ്. പശ്ചിമഘട്ട താഴ്വരയിലെ ഈ സംഗതി ദുർബല മേഖലയാണ്. ഇവിടുത്തെ കാടുകളും മലകളും പാറക്കെട്ടുകളും നശിപ്പിക്കരുത്. നശിപ്പിച്ചാൽ അത് എപ്പോഴെന്നില്ലാതെ തിരിച്ചടി തരും. ഇന്നേക്ക് 40 വർഷങ്ങൾക്കുമപ്പുറം ഒരു കമ്മിറ്റി തലയിൽ കൈവച്ച് പറഞ്ഞു, അവിടെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ അരുത്, പ്രകൃതിയെ നോവിക്കരുത്, പാറ പൊട്ടിക്കരുത്, ഇത് കുഴപ്പം ചെയ്യും. കേട്ടില്ല. അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ കൈക്കൂലി വാങ്ങി മുതലാളിമാർക്ക് റിസോർട്ട് വെക്കാനുള്ള അനുവാദം കൊടുത്തുകൊണ്ടിരുന്നു. ക്വാറി ഉടമകൾക്ക് കല്ല് പൊട്ടിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊണ്ടിരുന്നു. പ്രകൃതിക്ക് മേൽ നിരന്തരം മാനുഷികമായ താണ്ഡനകളും പീഡനങ്ങളും. പിന്നെ കാടുകൾ വെട്ടിത്തെളിച്ച് തേയിലത്തോട്ടങ്ങളാക്കുക. ഒരു കാട് നശിപ്പിക്കുമ്പോൾ മരം മാത്രമല്ല നശിക്കുക, അവിടുത്തെ ആവാസ വ്യവസ്ഥ, അവിടുത്തെ ജീവികൾ, പാമ്പായാലും പുലിയായാലും പന്നിയായിരുന്നാലും പുഴുവായിരുന്നാലും പക്ഷികളായിരുന്നാലും, ഇത് പ്രകൃതിക്ക് ആവശ്യമാണ്. ഇതെല്ലാം കൂട്ടത്തോടെ പോകുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് തലക്ക് വെളിവുള്ള ഭൂമിശാസ്ത്ര വിദഗ്ധനായ ഒരുത്തൻ പറഞ്ഞു, എപ്പോഴെന്നില്ലാതെ തിരിച്ചടി കിട്ടും. കേട്ടില്ല. ഭരണ നേതൃത്വവും രാഷ്ട്രീയക്കാരും കേട്ടില്ല. അവസാനം ഈ ദുരന്തം ഉണ്ടായപ്പോൾ ആ ചെളിയിൽ കയറി ഞരങ്ങാൻ യുവന്മാർ പോകുന്നു, ഷോ കാണിക്കാനാണ്. ഈ ദുരന്തമുണ്ടായ ശേഷം രാജ്യസഭയിൽ നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി വളരെ വൈകാരികമായൊരു പ്രസംഗം നടത്തി. വളരെ വൈകാരികമായി ക്ഷോഭത്തോടെ പറഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞത്, ഞങ്ങൾ 7 ദിവസം മുമ്പ് കേരള ഗവൺമെൻറ്റിനെ ഇത് അറിയിച്ചിരുന്നു, അവരൊന്നുമേ ചെയ്തില്ല, അവർ കേട്ട ഭാവം നടിച്ചില്ല. എങ്കിലെന്തുകൊണ്ടോ ഇത് അറിയാമായിരുന്ന ഇതിൻ്റെ ഗൗരവവും കേരള ഗവൺമെൻറ്റിന് മനസ്സിലായില്ല, ഇവന്മാർക്ക് മനസ്സിലാവുകയുമില്ല. ഇത് അഴിമതി നടത്താനാണല്ലോ നേരം. അപ്പോൾ ഇത് അവർക്കെന്തെങ്കിലും മുൻകൈയെടുത്ത് അവിടുത്തെ ജനങ്ങളോടെങ്കിലും ഒന്ന് പബ്ലിസിറ്റി ചെയ്തുകൂടായിരുന്നു, നിങ്ങൾ ഉള്ളതും കൊണ്ട് ഓടിക്കൊള്ളൂ, ഇങ്ങനെ ഒരു അപകടം പതിയിരിപ്പുണ്ട് എന്ന്. ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ വാർത്ത പുറത്തു വിടാമായിരുന്നല്ലോ. ഇനി ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യം, ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല, ഞാൻ രാഷ്ട്രീയക്കാരനുമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സ്ഥായിയായി വോട്ട് ചെയ്യുന്നവനുമില്ല. പക്ഷേ ഈ ജനായത്ത സംവിധാനത്തിൽ നമുക്ക് രാഷ്ട്രീയ ബോധം വേണം. എനിക്ക് ചേരിതിരിവുകളില്ല. അപ്പോൾ ഒന്നും ചെയ്തില്ല. ഇനി ഇവരൊന്നും ചെയ്യുകയില്ല. അവസാനം ദുരന്തം ഉണ്ടാകുമ്പം ഓടിപ്പോവും. ദുരന്തത്തിന് മുമ്പൊന്നും ചെയ്യില്ല. ഇനി മറ്റൊരു സംഗതി, അവിടെ ഒരു MP ഉണ്ടല്ലോ, അയാൾ ചില്ലറക്കാരനൊന്നുമല്ല, ഇത്തിരി വിവരവും വിദ്യാഭ്യാസവും തിരിച്ചറിവും ഉള്ള ആളാണ്. ആ വയനാടിനെ രണ്ടാമതും പ്രതിനിധീകരിക്കുന്ന അയാൾക്ക് വയനാടിൻ്റെ ഭൂമിശാസ്ത്രവും ദുർബല മേഖലകളും അറിയില്ലേ? കഴിഞ്ഞകാല ഗാഡ്ഗിൽ കമ്മിറ്റി അടക്കമുള്ള കമ്മിറ്റികൾ, തലക്ക് വെളുവൻ ഉള്ളവന്മാർ പറഞ്ഞു വെച്ച സംഗതികൾ അവർക്കറിയില്ലേ? അയാൾക്കറിയില്ലേ? അയാളെന്താ ഹിമാലയ സാനുക്കൾ ധ്യാനം കൂടാൻ പോയോ? അവസാനം ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ വരുന്നു.
ദുരന്തം ഉണ്ടാകുമ്പോഴല്ല വരേണ്ടത്. ആ ദുരന്തം ജനങ്ങളുടെ മേൽ ആഘാതം സൃഷ്ടിക്കപ്പെടാതിരിക്കുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കണം ഭരണ നേതൃത്വവും രാഷ്ട്രീയവും ഇടപെടേണ്ടത്. രാഷ്ട്രീയക്കാരൻ്റെയും ഭരണ നേതൃത്വത്തിൻ്റെയും, അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഏത് കക്ഷിയായിരുന്നാലും, ഇവരുടെയൊക്കെ വലിയാടുകളായി, ഇവർ കൊലയ്ക്ക് കൊടുത്തവരായി വയനാട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദുരിതമനുഭവിക്കുന്നു. ഞാൻ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുമായിട്ടാണ് രാത്രി 9 മണിക്ക് വീഡിയോകൾ ഇടുക. എന്തായാലും ഈ ബുധനും വെള്ളിയും വീഡിയോ ഉണ്ടാവില്ല. കാരണം അത്തരം വീഡിയോ പിടിക്കേണ്ട മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ ഞാൻ. അടുത്ത ആഴ്ച മുതൽ കണ്ടിന്യൂ ആയിട്ട് ഈ പറഞ്ഞ ദിവസങ്ങളിൽ അതും ഷോർട്സുകളും ഉണ്ടാകും. 2-3 ഷോർട്സ് പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. അത് അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും ഇടും. അപ്പോൾ പ്രശ്നം എന്ന സംഗതിയിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച മുതൽ വരാം. അതിനു മുമ്പ് ഭരണ നേതൃത്വത്തോട്, ജനങ്ങളോട് മറ്റൊരപേക്ഷ. ഇനിയും ഒരു ദുരന്തം ഡെമോക്രേസിൻ്റെ വാള് പോലെ കുറേ പേരുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നു. എപ്പോൾ അറ്റ് വീഴും എന്ന കണക്കിന്. അതെന്താണ്? അത് മുല്ലപ്പെരിയാറാണ്. മുല്ലപ്പെരിയാർ പൊട്ടുന്നത് വരെ കേന്ദ്രവും സംസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കാത്തു നിൽക്കും. ഇവന്മാരൊന്നും ചെയ്യൂല. അതുകൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടരുത് എന്നാണ് പ്രാർത്ഥന. പൊട്ടിയാൽ ദുരിതം അനുഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലാണ് എൻ്റെ പ്രിയ പ്രേക്ഷകർ ആരെങ്കിലും വസിക്കുന്നതെങ്കിൽ, എത്ര സൗഭാഗ്യം ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുക. ദുരന്തം ബാധിക്കാത്ത പ്രദേശങ്ങളിൽ പോവുക. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുക. ഉയിരോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം കഴിയാനെങ്കിലും കഴിയും. മരൊന്നും ചെയ്യില്ല. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി വയനാടിന് പശ്ചിമഘട്ട മേഖലയിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൈത്താങ്ങാകണം എന്ന അപേക്ഷയോടുകൂടി നന്ദി.